ഇന്നത്തെ ദിവസത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. വളരെയധികം സന്തോഷിക്കാൻ പറ്റിയൊരു ദിവസമൊന്നുമല്ല ഇന്ന്. അതൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ എന്ന് പറയാം. ഇത് ലുക്ക് ഹാർപ്പർ അല്ലെങ്കിൽ ബ്രോഡി ലീ അദ്ദേഹം മരിച്ചിട്ട് ഏതാണ്ട് 3 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു ദിവസമാണ്. കൂടാതെ നിങ്ങളെല്ലാവരും മറക്കാതെ റെസ്റ്റ് ഇൻ പീസ് കമൻറ്റ് ബോക്സിൽ നേരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്, റോക്കുമായിട്ട് ബന്ധപ്പെട്ട കുറേ റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും കുറച്ചധികം റൂമറുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ തന്നെ നോക്കാം. അതായത് ഞാൻ ഇന്നലെ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതായത് ഓസ്ട്രേലിയൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് WWE സമീപിച്ചിരുന്നത്, അതായത് റോക്കിന് എലിമിനേഷൻ ചേമ്പർ എന്ന് പറയുന്ന പേപ്പർ വീൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരാനായിട്ട്. എന്തായാലും ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അതായത് റോക്കിനെ ആ ഒരു എലിമിനേഷൻ ചേമ്പറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഓസ്ട്രേലിയൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എത്ര പണം വേണമെങ്കിലും ചിലവാക്കാമെന്നാണ് ഇപ്പോൾ WWE പറഞ്ഞിരിക്കുന്നത്. സോ ഇപ്പോൾ ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്തും ചെയ്യാൻ തയ്യാറാണ്. അതായത് റോക്കിനെ എങ്ങനെയെങ്കിലും ആ ഒരു എലിമിനേഷൻ ചേമ്പറിൽ കൊണ്ടുവരാനായിട്ട്. പിന്നെ ഇപ്പോൾ റോക്കിനെ സംബന്ധിച്ചിടത്തോളം പൈസ അത്ര വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിനിപ്പോൾ ഇല്ലാത്ത സമയമാണ്. സോ എല്ലാം സമയത്തിൻ്റെ ഒരു കളിയാണ് റോക്കിനെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം സിനിമ ഷെഡ്യൂളൊക്കെ മാറ്റിവെച്ച് വേണമെങ്കിൽ വരാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ അതിനങ്ങനെ വേണമെങ്കിൽ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം ഡബ്ല്യുയുടെ ഒരു കറക്റ്റ് പ്ലാൻസ് വേണം. അല്ലാതെ വെറുതെ അദ്ദേഹത്തെ വിളിച്ച് എന്തെങ്കിലും ചെയ്യാനല്ല. അദ്ദേഹം മാറ്റിവെക്കാൻ തയ്യാറാണ്. പക്ഷേ കറക്റ്റ് ഒരു പ്ലാൻസ് സംഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും വരുമെന്ന് റോക്ക് നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, എലിമിനേഷൻ ചേമ്പർ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ വേണമെങ്കിൽ റോയൽ റംബിളും കൊണ്ടുവരാമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് ഒരു സ്പെഷ്യൽ അപ്പിയറൻസ് റോയൽ റംബിളിൽ നടത്താം, അല്ലെങ്കിൽ റോയൽ റംബിൾ മാച്ചിൽ അദ്ദേഹത്തെ ഇൻവോൾവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതൊരു സ്പെക്കുലേഷൻ പോലെ അല്ലെങ്കിൽ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു. നമ്മൾ സർവൈവർ സീരീസ് സിഎംഎങ്ങിൻ്റെ അപ്ഡേറ്റ് ഇതുപോലെ പറഞ്ഞു കേട്ടാണ് സിഎംഎങ് വന്നു. സോ റോക്ക് വരാനുള്ള ചാൻസുകൾ വളരെയധികമാണ്. ഞാൻ റസൽമേനിയ 39 ഏറ്റവും കൂടുതൽ കാണാൻ കാത്തിരുന്ന മാച്ചായിരുന്നു റോക്ക് വേഴ്സസ് റോമൻ റീൻസ് മാച്ച്. എന്തായാലും അത് അവിടെ കാണാൻ സാധിച്ചില്ല. ഇനി റസൽമേനിയ 40 കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അണ്ടർടേക്കറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ്. അതായത് അതിൻ്റെ റസൽമേനിയ സ്ട്രീക്ക് ബ്രോക്ക് ലെസ്നർ പൊട്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, റസൽമേനിയയിലെ അണ്ടർടേക്കറിൻ്റെ ഒരു സ്ട്രീക്ക് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. ഏതാണ്ട് 17 വയസ്സുള്ള അദ്ദേഹം അൺഡിഫീറ്റഡ് ആയിരുന്നു തോന്നുന്നു. എന്തായാലും ആ ഒരു സ്ട്രീക്ക് എൻഡാക്കിയത് ബ്രോക്ക് ലെസ്നർ ആയിരുന്നു. എന്തായാലും ആ ഒരു സ്ട്രീക്ക് എൻ്റെ ഇത് ഫാൻസിന് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ഫാൻസിന് മാത്രമല്ല ഡബ്ല്യുഡബ്ല്യുഇലുള്ള ടാലൻസ്, അത് പല സൂപ്പർ സ്റ്റാർസിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നിപ്പോൾ അണ്ടർടേക്കർ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതൊരു ലെഗസിയുടെ ഭാഗമായിരുന്നു. സോ ഇത് തനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, എല്ലാം ക്രിയേറ്റീവ് ടീമാണ് അല്ലെങ്കിൽ ഡബ്ല്യുഡബ്ല്യുഇയുടെ ടോപ്പ് ടീംസാണ്, അവർ പറയുന്നത് തനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. തനിക്ക് പ്രത്യേകിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് വിഷമവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ചില ലെജൻഡ് സൂപ്പർ സ്റ്റാർസിന് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ചില ഡബ്ല്യുഡബ്ല്യുഇ ടാലൻസിന് അത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ് അണ്ടർടേക്കർ പറയുന്നത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ ഒരു ത്യാഗം കൊണ്ടാണ് തൻ്റെ ഈ ഒരു ലെഗസി തനിക്ക്, അതായത് ഈ ഒരു സ്ട്രീക്ക് നിലനിർത്തി പോകാൻ സാധിച്ചത്. എന്തായാലും അവരുടെ ആ ഒരു ത്യാഗം വെറുതെ ആയി പോയതുപോലെ അവർക്ക് തോന്നിയെന്നാണ് ഇതിലൂടെ അണ്ടർടേക്കർ പറയുന്നത്. സോ റസൽമേനിയ അൺഡിഫീറ്റഡ് എന്ന് പറയുന്ന ഒരു ലെഗസിയുടെ ഭാഗമാണ്. സോ അത് വെറുതെ കളഞ്ഞതിനോട് എല്ലാവർക്കും അത്ര താല്പര്യമില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും അധികം ഇഷ്ടപ്പെട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. സോ നിങ്ങൾ പറയുക, നിങ്ങൾക്ക് ആ ഒരു സ്ട്രീക്ക് എൻഡാക്കിയത് ഇഷ്ടപ്പെട്ടായിരുന്നു, അത് ബ്രോക്ക് ലെസ്നർ ആ ഒരു സ്ട്രീക്ക് എൻഡാക്കിയത് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു ബ്രോക്ക് ലെസ്നർ എൻഡാക്കിയത്. പക്ഷേ റോമൻ റീൻസൂടെ അതിൻ്റെ ഭാഗമായത് എനിക്ക് അത്ര താല്പര്യപ്പെട്ടില്ല. കാരണം ഒരാൾ തോൽപ്പിച്ചു അത് മതി, അല്ലാതെ റോമൻ റീൻസൂടെ പിന്നെ പരാജയപ്പെടുത്തി അതൊരു അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ലൊരു സ്ട്രീക്കിനെ അത് വളരെ മോശം രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. റോമൻ റീൻസൂടെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത്. സോ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ബ്രോക്ക് ലെസ്നർ ഓക്കെ ആയിരുന്നു, ബട്ട് റോമൻ റീൻസ് അത് അല്ലെങ്കിൽ ഒരാളെ തോൽപ്പിച്ചാൽ റോമൻ റീൻസ് അല്ലെങ്കിൽ ബ്രോക്ക് ലെസ്നർ ഒരാൾ മതിയായിരുന്നു. ഈ രണ്ടുപേരിനോട് എനിക്കത്ര താല്പര്യം തോന്നിയില്ല. ബ്രോക്ക് ലെസ്നർ തന്നെ മതിയായിരുന്നു, അദ്ദേഹം ഇല്ല ആദ്യം തോൽപ്പിച്ചത്. പിന്നെ റോമൻ റീൻസിനെയും കൂടെ അദ്ദേഹത്തിന് അത് അണ്ടർടേക്കറിനെ പരാജയപ്പെടേണ്ട ആവശ്യമില്ല. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് റോമൻ റീൻസും അതുപോലെ തന്നെ അണ്ടർടേക്കർ തമ്മിലുള്ള മാച്ചും അതുകഴിഞ്ഞുള്ള സെഗ്മെൻറ്റ്സും ഒക്കെ വളരെയധികം ചർച്ച ചെയ്തതാണ്. എന്തായാലും അങ്ങനെ ഒരു രീതിയിൽ ഡബ്ല്യുക്ക് വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ആ ഒരു സ്ട്രീക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയതിനോട് എനിക്കത്ര താല്പര്യമില്ല. അതായത് 23-2 21 എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്താ സ്ട്രീക്ക് എന്ന്. സോ ആ ഒരു രീതി ഉണ്ടാക്കിയതിനോട് എനിക്ക് താല്പര്യമില്ല. 23-1 അങ്ങനെയൊക്കെ മതിയായിരുന്നു. ഒരാളെ തോൽപ്പിച്ചിട്ടുള്ളൂ റസൽമേനിയ എന്ന് പറയുമ്പോൾ അതൊരു ഇതാണ്. ഇത് 2 പേര് തോൽപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു രസമില്ല. സോ ബ്രോക്ക് ലെസ്നർ മാത്രം തോൽപ്പിച്ചാൽ മതിയായിരുന്നു, റോമൻ റീൻസ് തോൽപ്പിക്കേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റാൻഡി ഓർട്ടൻ്റെയും അതുപോലെ തന്നെ ന്യൂ ഡേയുടെയും കോൺട്രാക്റ്റ് ഇപ്പോൾ എൻഡ് ആയിരിക്കുകയാണ്. ന്യൂ ഡേ എന്ന് പറയുമ്പോൾ സേവിയർ വൂഡ്സ്, കോഫി കിങ്സ്റ്റൺ, ബിഗ്ഗി എല്ലാവരും ഇതിൽ ഉൾപ്പെടും. എന്നാലും കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവർ കുറേ അധികം നാൾ പരിക്കുപറ്റി പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിക്കുപറ്റി പുറത്തായ അത്രയും നാൾ ഇവരുടെ കോൺട്രാക്റ്റ് ഓട്ടോമാറ്റിക്കലി എക്സ്റ്റെൻഡ് ആവും. സോ ഇപ്പോൾ അവരുടെ അത് റാൻഡി ഓർട്ടൻ്റെ ആണെങ്കിലും ബിഗ്ഗിയുടെ ആണെങ്കിലും സേവിയർ വൂഡ്സിൻ്റെ ആണെങ്കിലും കോഫി കിങ്സ്റ്റൻ്റെ ആണെങ്കിലും ഇവരുടെ എല്ലാ കോൺട്രാക്റ്റൊക്കെ ഓട്ടോമാറ്റിക്കലി എക്സ്റ്റെൻഡ് ആയിരിക്കുകയാണ്. സോ ഒരു 2025 വരെ ഇവരുടെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് നിലനിൽക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ട്രിപ്പിൾ എച്ച് എല്ലാവർക്കും ഒരു ലോങ് ടൈം കോൺട്രാക്റ്റാണ് ഇപ്പോൾ നൽകാൻ നോക്കുന്നത്. 5 വർഷം അല്ലെങ്കിൽ 3 വർഷമുള്ള കോൺട്രാക്റ്റൊക്കെയാണ് നൽകാൻ നോക്കുന്നത്. സോ നമുക്ക് കണ്ടു തന്നെ അറിയണം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, റാൻഡി ഓർട്ടൻ ഡബ്ല്യുഡബ്ല്യുഇ വിട്ടുപോകാൻ പോകുന്നില്ല. അദ്ദേഹം വളരെയധികം ലോയലാണ് ഡബ്ല്യുഡബ്ല്യുഇ. സോ അങ്ങനെ ആരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹെറിഡ്രോ ട്രൈബൽ എന്ന് പറയുന്ന ഒരു പേര് ഇപ്പോൾ ഡബ്ല്യുഡബ്ല്യുഇ ട്രേഡ് മാർക്ക് ഫയൽ ചെയ്തിരിക്കുകയാണ്.
ഈ ഒരു പേര് ആർക്ക് വേണ്ടി അത് ഫയൽ ചെയ്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് സോളസിക്കോയ്ക്ക് വേണ്ടിയാണെന്ന് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് എപ്പോൾ ഉപയോഗിക്കും, എവിടെ വെച്ച് ഉപയോഗിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ ഫ്യൂച്ചറിൽ എപ്പോഴാണെങ്കിലും ഒരു പേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം അതായത് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടൊരു സംഭവമായിരിക്കും. സോ അതായത് ഈ ഒരു ബ്ലഡ് ലൈൻ സ്റ്റോറിയുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും സംഭവമായിരിക്കും. സോ അതെപ്പോൾ വേണമെങ്കിലും ആഡാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇത് ഡിസംബർ 15 തീയതിയാണ് ഫയൽ ചെയ്തിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ എപ്പോൾ വേണമെങ്കിലും ഒരു സംഭവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. CMങ്ങിൻ്റെ റിട്ടേൺ മാച്ച്, അതായത് റിട്ടേൺ ഡെബ്യൂ മാച്ച് ഇന്നായിരുന്നു. ആ ഒരു മാച്ച് മാഡിസൺ സ്ക്വയർ ഗാർഡിലായിരുന്നു, ലൈവ് ഇവൻറ്റിലായിരുന്നു സംഭവം. എന്തായാലും അതിൻ്റെ വീഡിയോസൊക്കെ ചെറുതായിട്ട് ലീക്കായിട്ടുണ്ട്. എന്തായാലും പറ്റുമെങ്കിൽ ആ ഒരു വീഡിയോ ഇതിൻ്റെ കൂടെയൊക്കെ ആഡ് ചെയ്തേക്കാം. ചിലപ്പോഴേ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അതായത് ആ ഒരു വീഡിയോ കിട്ടിയാൽ മാത്രമേ ഞാൻ എടുത്തുള്ളൂ, കാരണം അതിന് മുമ്പെയാണ് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ചിലപ്പോൾ ഈ ഒരു വീഡിയോ, അതായത് ഈ ഒരു പറയുന്നതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. എന്തായാലും അതിൻ്റെ ഓപ്പണിംഗ് മാച്ചിൽ ഡൊമിനിക് മിസ്റ്റീരിയോ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം ഈ ഒരു റിസൾട്ട് തന്നെയാണ് വരാൻ പോകുന്നത്. പിന്നെ നടന്നൊരു മാച്ചാണ് ഡ്രൂ മെക്കിൻ്റെയറും അതുപോലെ തന്നെ സെത്ത് റോളിൻസും തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള ഈ ഒരു മാച്ച് വളരെ നല്ലൊരു മാച്ചായിരുന്നു. അത് സെത്ത് റോളിൻസ് എൻട്രൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡ്രൂ മെക്കിൻ്റെയർ അതിലേക്ക് നിന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ടേബിൾസ്, ചെയർസ് ഇതെല്ലാം ഈ ഒരു മാച്ചിൽ ഉപയോഗിച്ചിരുന്നു. എന്നാലും ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു പവർ ബോംബും പിന്നെ ഒരു സ്റ്റോമ്പും ചെയ്തുകൊണ്ട് ഈ ഒരു മാച്ച് അത് ക്ലെയിം വർക്ക് ചെയ്യാൻ പോവുകയായിരുന്നു ഡ്രൂ മെക്കിൻ്റെയർ. അപ്പോൾ അദ്ദേഹം ആ ഒരു അദ്ദേഹത്തെ പിടിച്ച് പവർ ബോംബ് ചെയ്തു ഒരു ടേബിളിൻ്റെ മണ്ടയ്ക്കോട്ടാന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു പവർ ബോംബ് ചെയ്തിട്ട് പിന്നെ സ്റ്റോംബ് അടിച്ച് ആ ഒരു മാച്ച് സെത്ത് റോളിൻസ് വിജയിക്കുകയായിരുന്നു. പിന്നെ ഒരു മാച്ച് എന്ന് പറയുന്നത് നക്കമുറയും കോഡ്രോഡ്സും തമ്മിലൊരു മാച്ചായിരുന്നു. ഈ ഒരു മാച്ചിൽ കോഡ്രോഡ്സാണ് വിജയിക്കുന്നത്. എന്തായാലും ഈ ഒരു മാച്ചിൽ ഷിൻസുക്കെ നക്കമുറ അദ്ദേഹത്തിൻ്റെ എപ്പോഴുള്ളൊരു തന്ത്രമായ മിസ്റ്റൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഈ ഒരു മാച്ച് കോഡ്രോഡ്സ് വിജയിക്കുകയായിരുന്നു. എന്തായാലും ഈ ഒരു മാച്ചിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായത് 1970 MSG ചെയ്തത് മാഡിസൺ സ്ക്വയർ ഗാർഡിൽ വെച്ചൊരു ബുൾ ഡ്രോപ്പ് മാച്ച് നടക്കുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഇങ്ങനൊരു മാച്ച് നടക്കുന്നത്. സോ ഒരു വളരെയധികം നാൾക്ക് ശേഷം നടക്കുന്ന ഒരു ബുൾ ഡ്രോപ്പ് മാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് MSGയിലൊക്കെ മിക്കവാറും WWE ഷോസ് നടത്താറുള്ളതാണ്. സോ ബുൾ ഡ്രോപ്പ് മാച്ച് കുറേ നാളെന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. സോ എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഒരു മാച്ചിൽ കോഡ്രോഡ്സ് വിജയിക്കുകയും ചെയ്തു. പിന്നെ R-Truth തോമസും തമ്മിലുള്ള മാച്ച് ഉണ്ടായിരുന്നു. തോമസിൻ്റെ കൂടെ MVP ഉണ്ടായിരുന്നു. ഈ ഒരു മാച്ച് തോമസ് വിജയിച്ചിട്ടുണ്ട്. പിന്നെ ലുഡ്വിഗ് കൈസറും അതുപോലെ തന്നെ കോഫി കിസ്റ്റനും തമ്മിലൊരു മാച്ച് നടന്നിട്ടുണ്ട്. നല്ലൊരു മാച്ചായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു മാച്ചിൽ കോഫി കിസ്റ്ററാണ് വിജയിക്കുന്നത്. പിന്നെ മെൻസ് ടാഗ് ടീം മാച്ച് നടന്നിട്ടുണ്ട്. ഈ ഒരു മാച്ച് ജഡ്ജ്മെൻറ്റിലെ മെമ്പേഴ്സായ ഡാമിൻ പ്രീസ്റ്റും ഫിൻ ബാലോറും അവർ നേരിട്ടത് സാമി സേനും അതുപോലെ തന്നെ ജെയ്യൂസയുമാണ്. എന്തായാലും സാമി സേൻ്റെ ഒരു റിട്ടേൺ നമുക്ക് ഈ ഒരു MSGയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു മാച്ച് നല്ലൊരു സ്വീകരണമാണ് സാമി സേനും അതുപോലെ തന്നെ ജെയ്യൂസയും കിട്ടിയത്. എങ്കിൽ പോലും ഈ ഒരു മാച്ചിൽ അവർ പരാജയപ്പെടുകയായിരുന്നു. ഡാമിൻ പ്രീസ്റ്റും അതുപോലെ തന്നെ ഫിൻ ബാലറും ഈ ഒരു മാച്ച് വിജയിക്കുകയായിരുന്നു. JD മക്ഡോണയുടെ ഇൻ്റർസെപ്ഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു മാച്ച് അവർ വിജയിക്കുന്നത്. പിന്നെ 2 വുമൺസ് മാച്ച് നടന്നിട്ടുണ്ട്. ഐവി നെയിൽ, ഷെയ്ന ബേസർ അതുപോലെ തന്നെ റിയ റിപ്ലി വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ച്. ഈ ഒരു മാച്ച് റിയ റിപ്ലി സുഖമായിട്ട് ജയിക്കുന്നുണ്ട്. പിന്നെ സോയി സ്റ്റാർക്ക് ബെക്കി ലിഞ്ച് തമ്മിലുള്ള മാച്ച് നടന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മാച്ച് ട്രിസ്റ്റായിരുന്ന സമയം തൊട്ട് കാണാൻ തുടങ്ങിയാണ്. ഇതുവരെ എൻ്റെ ആയിട്ടില്ല, എങ്കിൽ പോലും നല്ലൊരു മാച്ചായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു മാച്ചിൽ വിജയിക്കുന്നത് ബെക്കി ലിഞ്ചാണ്. സോ MSGയിൽ വളരെ വലിയൊരു ഇവൻ്റ് ആയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറേ അധികം മാച്ച് കാർഡ്സ് ഉണ്ടായിരുന്നു. കാരണം ഇവിടെ പ്രത്യേകിച്ച് വലിയ സെഗ്മെൻറ്റ്സിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ മാച്ച് കാർഡ്സിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയത്. സോ വളരെ നല്ല മാച്ചസും കുറേ അധികം മാച്ച് കാർഡ്സും ഉണ്ടായിരുന്നു. അവിടെയുള്ള ആളുകൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് ഈ ഒരു ഷോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് തന്നെയാണ്. അത് MSG നടന്ന ഈ ഒരു ലൈവ് ഇവൻ്റ്, അത് WWE TV ടെലികാസ്റ്റ് ചെയ്യാതെ ഇത്രയധികം ലാഭം ഉണ്ടായിക്കൊടുത്ത WWE ഒരു ഷോ ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ MSG നടന്ന ഈ ഒരു ലൈവ് ഇവൻ്റ്. അതായത് TV ടെലികാസ്റ്റ് ചെയ്യാതെ തന്നെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടായിക്കൊടുത്ത ഇവൻ്റായിട്ട് മാറിക്കഴിഞ്ഞു. സോ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജോൺസനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. അത് 16 വേൾഡ് ചാമ്പ്യനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റോയൽ റംബിളുമായിട്ട് ബന്ധപ്പെട്ട് WWEക്ക് നേരത്തെ തന്നെ ജോൺസനുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാനുകളുണ്ടെന്ന് നമ്മളെല്ലാവരും കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന ആ ഒരു പ്ലാനുകളൊക്കെ WWE മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്ലാനുകളിൽ ജോൺസന് ഇപ്പോൾ ഇല്ലെന്നാണ്. സോ ജോൺസിനയുടെ റോയൽ റംബിൾ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് റസൽമേനിയ മാത്രമേ ജോൺസിനെ കാണാൻ സാധിക്കുള്ളൂ. ഡയറക്റ്റ് റസൽമേനിയ അല്ല, അതിന് മുമ്പ് നടക്കുന്ന എന്തെങ്കിലും റോയലിലോ സ്മാക്ഡൗണിലോ ഒക്കെ അദ്ദേഹം വരാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ റോയൽ റംബിൾ എലിമിനേഷൻ ചെയ്യപ്പെടലൊക്കെ അദ്ദേഹം വരാനുള്ള സാധ്യത വളരെയധികം കുറഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.